വിശ്വസംവാദ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നാരദ ജയന്തി ആഘോഷവും വി കൃഷ്ണ ശർമ്മ മാധ്യമ പുരസ്കാര സമർപ്പണവും. നാരദ ജയന്തി ആഘോഷവും വി കൃഷ്ണ ശർമ്മ സ്മാരക മാധ്യമ പുരസ്കാര സമർപ്പണ സമ്മേളനവും ചരിത്രകാരൻ ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ ഉദ്ഘാടനം ചെയ്തു. വി കൃഷ്ണ ശർമ്മ സ്മാരക മാധ്യമ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ഡോക്ടർ ജി പ്രസാദ് കുമാറിന് ചരിത്രകാരൻ ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ സമർപ്പിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറി മഹേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകരായ പി ശ്രീകുമാർ, കെ പി കൈലാസ്നാഥ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വി സി അഭിലാഷ് സ്വാഗതവും ടി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. പരിഗണിക്കുന്നില്ല. അപ്പൊ ചലപതി റാവു ഇല്ല. നമ്മുടെ നാട്ടിലുള്ള പ്രമുഖരെയൊക്കെ മറന്നിരിക്കുന്നു. മാതൃഭൂമി പോലെയുള്ളൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തെ എഡിറ്ററും ചീഫ് എഡിറ്ററും ഒക്കെ ആയിരുന്ന കെ പി കേശവനൻ്റെ പേരിൽ പോലും ഒരു അവാർഡ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഈ കോഴിക്കോട് ഭാഗത്ത് എന്തെങ്കിലും ചെറിയ തോതിലുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതൊന്നും അവർക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ടല്ല, പണമില്ലാത്തതുകൊണ്ടോ ഓർഗനൈസിങ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ല, നടക്കുന്നില്ല. സിംപിളി നടക്കുന്നില്ല. വി എം മാധവൻ നായർ, വി എം നായർ ഒരു അവാർഡും ഇല്ല. നമ്മുടെ നാട്ടിലെ ജനിച്ച് വളർന്ന് ഭാരത് നേടി ചെങ്ങന്നൂരിൽ നിന്ന് ജനിച്ച് മധുരയിൽ പോയി താമസിച്ച് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തപ്പോൾ ഗാന്ധിജി വിളിച്ചു, യു കം, ദിസ് ഇസ് എ ഹിന്ദു ഇഷ്യൂ, ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടെന്നും പറഞ്ഞ് വിളിച്ച ജോർജ് ജോസഫ്. യങ് ഇന്ത്യയുടെ, നമ്മൾ യങ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഗാന്ധിജിയുടെ പത്രമായിട്ടാണ് കാണുന്നത്. യങ് ഇന്ത്യ എഡിറ്റ് ചെയ്തത് ജോർജ് ജോസഫാണ് ദീർഘകാലം. ആ ജോർജ് ജോസഫിന്റെ പേരിൽ പോലും ഒന്നുമില്ല. കോൺഗ്രസിലുമില്ല, ഓൾ ഇന്ത്യ തലത്തിലുമില്ല. അപ്പോൾ ജോർജ് ജോസഫ് ആയാലും രാമകൃഷ്ണപിള്ള ആയാലും വക്കമൗലവി ആയാലും ഇവരെയൊക്കെ തിരസ്കരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കൃഷ്ണ ശർമ്മയെ ഓർമ്മിക്കുന്നതിന് ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നത്. പിന്നെ പുരാതന കാര്യകർത്താവാണ് നാരദൻ. നേരത്തെ ഗിരീഷ് അഖിൽ പറഞ്ഞല്ലോ, ഒരു ടെസ്റ്റ് നടത്തി നാരദൻ 16,008 ഭാര്യമാരെ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരേ സമയം. അപ്പോൾ നാരദൻ നമ്മുടെ പുരാണങ്ങളിലെ പറച്ചിലനുസരിച്ച് ഈ 16,008 ഭാര്യമാരുടെയും വീട്ടിൽ പലപ്പോഴായിട്ട് പോയി. എല്ലായിടത്തും അദ്ദേഹം, ഭഗവാൻ കൃഷ്ണൻ വളരെ സൗഹൃദത്തോടെ ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരേ സമയം 16,008 മെയിൻറ്റെയിൻ ചെയ്യാൻ തക്ക കൽപ്പുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് നാരദൻ എന്ന ഹാസ്യ കഥാപാത്രം പുരാണ ഇതിഹാസങ്ങൾ വഴി നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആരെ കണ്ടാലും ഇതാ വരുന്നു നാരദൻ എന്ന് പറയും. കാരണം ചിലരൊക്കെ തമ്മിലടിപ്പിക്കാൻ വളരെ ശ്രമകരമായ എഫർട്ട് നടത്തുന്നവരാണ്. നാരദൻ കേരളത്തിൽ അങ്ങനെ ഒരു സിനിമ പോലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നാരദന്മാരുടെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും കൺഫൗണ്ടഡായിട്ട് നമ്മൾ കാണുന്നത്. ആ കഥാപാത്രം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? നമ്മൾ റാഷണലായിട്ട് ബയാസ് ഇല്ലാതെ ഒരു പ്രവർത്തിക്കാനുള്ള ഉന്മേഷം നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ്. നാരദൻ്റെ കഥാപാത്രം വഴി നമുക്ക് എപ്പോഴും ഒരു ഷോക്കാണ്. വാട്ട് ഷോക്ക്! നമ്മൾ ന്യായമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നാരദൻ്റെ ഒരു ഹ്യൂമറിസ്റ്റ് കഥാപാത്രമായി പരിഹസിക്കപ്പെടും. അതുവഴിയുള്ള എംബാരസ്മെൻ്റാണ് നമുക്കുണ്ടാവുന്നത് എന്ന് കാണിക്കാനും തെളിയിക്കാനും നമ്മുടെ മനസ്സിനെ ബോധവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് നാരദൻ എന്ന കഥാപാത്രം വഴി പുരാണങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വാൽമീകിയും വസിഷ്ഠനും പഞ്ചപാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും രാവണനും ഒക്കെ അവരുടെയൊക്കെ കുറിപ്പുകൾ നോക്കിയാൽ നമുക്കറിയാം. ഈവൻ രാവണൻ ഉള്ളിൻ്റെ ഉള്ളിലൊരു നാരദൻ വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്, ഉൾഭയമാണ്. നാരദൻ വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്
എന്ത് കൃത്രിമമാണ് ചെയ്യാൻ പോകുന്നതെന്ന ഭയമുള്ള ആളായിരുന്നു നാരദൻ എന്ന്